ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ സ്തോത്രകാവ്യത്തെ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 192 ദിവസം. ഇവിടെ ശ്രീമദ് നാരായണീയം അതിൽ 19ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥത്തിലേക്കും പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരിയത്തിലേക്കും നമുക്ക് കടക്കാം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാമുപാദിശൽ ഭക്തതമസ്തവസ്തവം. തദാ ഭവൽ സേവകദർശനാദൃത ഭക്തതമ ഭവ ഇദം ഭവത്തീർത്ഥം സമാഗത പ്രചേതസാം പുരാ പ്രകാശം ആസാദ്യ തവ സ്തവം ഉപാദിശൽ. തദാ ഭവൽ സേവക ദർശനാദൃത. ആ സന്ദർഭത്തിൽ ഇവരെ വലിയൊരു സമുദ്രത്തിൻ്റെ തീരത്ത്, പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ തീരത്ത് മനോഹരമായൊരു പൊയ്ക കണ്ടു എന്ന് പറഞ്ഞു. ആ സമയത്ത് തദാ ഭവൽ സേവക ദർശനാദൃത, അവിടുത്തെ ഭക്തന്മാരെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി
ഭക്തതമഹാഭവ, ഭക്തതമനായ ഭക്തോത്തമനായ പരമഭക്തനായിരിക്കുന്ന വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയുന്ന ആ മഹാദേവൻ ശ്രീപരമേശ്വരൻ കൈലാസനാഥൻ ഇതം ഭവതീർത്ഥം സമാഗത, അവിടുത്തെ ഈ തീർത്ഥത്തിലേക്ക് വന്നിട്ട് പ്രചേതസാം പുര, പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രകാശമാസാദ്യ പ്രത്യക്ഷപ്പെട്ടിട്ട് തവ സ്തവം ഉപാദിശൻ, അവിടുത്തെ ദിവ്യമായ സ്തോത്രത്തെ ഉപദേശിച്ചു എന്നാണ്. ശ്രീ മഹാദേവൻ വിഷ്ണുവിന്റെ പരമഭക്തനാണ് അല്ലേ? കംസാരിയുടെ ഭക്തനാണ് കാലാരിയായിരിക്കുന്ന മഹാദേവൻ. ഇപ്പൊ പ്രചേതസ്സുകളോ അവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭക്ത സംഗമം, ഭക്തന്മാര് തമ്മിൽ ചേരുക, അത് വലിയ സന്തോഷത്തിന് കാരണമാണ്. ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്, അങ്ങനെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പ്രചേതസ്സുകളെ കാണാൻ വേണ്ടി മഹാദേവൻ ചെന്നു. ഭഗവാനെ ഭജിക്കാനുള്ള വിശേഷമായിട്ടുള്ള മന്ത്രം ഉപദേശിച്ചു. യോഗാദേശം അല്ലെങ്കിൽ രുദ്രഗീതം എന്നറിയപ്പെടുന്ന മഹാമന്ത്രം. രുദ്രഗീതം ചതുർത്ഥസ്കന്ധത്തിൽ നമുക്ക് 4-ാമത്തെ സ്കന്ധം, അതിൽ 24-ാമത്തെ അധ്യായത്തിലാണ് കാണുക. രുദ്ര ഉവാച, ശ്രീരുദ്ര ഉവാച എന്ന് പറഞ്ഞ് കാണാം. 47 ശ്ലോകങ്ങളാണ് അതിൽ കാണാൻ സാധിക്കുക. അവിടുത്തെ തീർത്ഥത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ? രുദ്രതീർത്ഥം, ഗുരുഭവനപുരിയിലെ വടക്കേച്ചിറ, അതാണ് രുദ്രതീർത്ഥം. ഇപ്പൊ പ്രചേതസ്സുകൾ പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കണ്ട സരസ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ടുള്ള വടക്ക് ഭാഗത്തുള്ള ക്ഷേത്രക്കുളമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഭാഗവതത്തിൽ ഈ സൂചനയൊന്നുമില്ല. പക്ഷേ പട്ടേരിപ്പാട് ഗുരുവായൂരേശ്വര മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ ഇവിടെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു വരുന്നു. ഇപ്പൊ രുദ്രഗീതം എന്നുള്ള സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തു മമ്മിയൂരപ്പൻ മഹാദേവൻ. രുദ്രഗീതം ജപിച്ചും കൊണ്ട് അവർ 10,000 വർഷം തപസ് ചെയ്തു എന്നൊക്കെ പറയുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ഇപ്പോ നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയത്തിലേക്ക് കടക്കാം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃത പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശൽ ഭക്തതമസ്തവസ്തവം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. നാരായണ 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 രാധാ ഗോവിന്ദ. പ്രഭോ തവ ഭക്തന്മാരം പ്രചേതസ്സുകളെ കണ്ടു പരമഭക്തനായിടും ശിവനുമെത്തി. പരമപവിത്രമാകും അവിടുത്തെ സ്തോത്രമൊന്നു പരമമാം ഭക്തിയോടെ ഉപദേശിച്ചു. നാരായണ 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 ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധിധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.
സർവത്ര നാരായണ നാമസങ്കീർത്തനം നാരായണ നാരായണ നാരായണ.